നമ്മോടൊപ്പം ഉള്ളത് ഒരു മിമിക്രി കലാകാരനാണ്. വളരെയധികം വിനയത്തോടെയാണ് നിൽക്കുന്നത്. നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കുമ്പോൾ അറിയാം അല്ലേ വിനയം ഉണ്ടോ ഇല്ലയോ? അബാൻ അഷ്റഫ് മലപ്പുറം ഐഡിയൽ കടകശ്ശേരി സ്കൂളിലെ കുട്ടിയാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഐഡിയൽ കടകശ്ശേരി നമ്മളൊക്കെ സംസ്ഥാന സ്കൂൾ കായികമേള റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരാണ്. അവിടെ കഴിഞ്ഞ 2 തവണയായി ചാമ്പ്യന്മാരാകുന്ന സ്കൂളാണ് മലപ്പുറം ഐഡിയൽ കടകശ്ശേരി സ്കൂൾ. അവിടെ നിന്ന് മിമിക്രിക്കാരൻ വന്നിരിക്കുകയാണ്. സ്പോർട്സ് മാത്രമല്ല മിമിക്രി ഞങ്ങൾക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ പെർഫോമൻസ് അടിച്ച് പൊളിക്കണം. അവിടെ എല്ലാവരും ഇവിടെ കൂടണം. ഓക്കെ, മാപ്പിള പാട്ടുകളെ റാപ്പാക്കി മാറ്റുകയാണ് മലയാള സിനിമ. ആനേ മദനപ്പു കനിത്തേനാരേ മലയാള സിനിമാ താരങ്ങള് ഇന്റർവ്യൂകളൊക്കെ ആരായിക്കൊണ്ടിരിക്കുക. അതൊരു ഷൈൻ ടോൺ ചാക്കൻ്റെ വോയിസ്. ഇയാളാണ് പറയണേ ഇതൊരു സിനിമയുടെ ഇന്റർവ്യൂ അല്ലേ? ആടാ സിനിമയുടെ സിനിമയുടെ കാര്യമല്ലേ ചോദിക്കുക? എടോ ബാത്റൂമിന്റെ കാര്യം ചോദിക്കണോ? ഞാൻ ട്രോളിയൊന്നല്ല, അത് സത്യല്ലേ? മറ്റൊരു താരം ബാല. 1 കെറ്റു 2 കെറ്റു വേണ്ടി വന്ന 5 കെറ്റു. നിങ്ങൾ ആരെ ചോദിക്കാൻ? എന്റെ പൈസ എന്റെ ഇഷ്ടം, മനസ്സിലായ? മലയാള സിനിമയിലെ യുവതാരം ഷൈനികം. എന്താണ് സീൻ? എന്താണ് ഇയാളെന്തിനാണ് ചൂടാവണേ? പറഞ്ഞാ പോരെ, ഇതൊന്നല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞ വേറെ മൂടാണ്, വേറെ വൈബാണ്, മനസ്സിലായ? യുവാക്കളുടെ ഹരമേറിയ റിയാസ് ഖാൻ. ഹേ ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എന്താന്ന് വെച്ചാ കൊടുക്ക. എല്ലാം എന്റെ ഇഷ്ടം. എല്ലാരും അടിച്ചു കയറി വാ. സൂപ്പർ സ്റ്റാർ രജനികാന്ത്. இங்க நான்தான் கிங்கு. நான் வச்சுதான் ரூல்ஸ். அந்த ரூல்ஸ் ஏற்றத்துக்கு நான் அப்பப்போ மாட்டிக்கிட்டே இருப்பேன். அதை வச்சு இப்போ நீங்க ஃபாலோ பண்ணணும். அதை விட்டு நான் தடாவடி கொலை பண்ண நினைச்சேன், உன்னை கண்ட துண்டமா வெட்டி காலிச்சு போட்டுடுவேன். ഇനി ഇതേ ഡയലോഗ് കേരളത്തിന്റെ കിങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞു. ഇവിടെ ഞാനാണ് കിങ്. ഞാന് പറയുന്നതാണ് ഇവിടുത്തെ റൂൾസ്. എന്റെ റൂൾസ് എന്റെ ഇഷ്ടത്തിന് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് അനുസരിക്കാൻ പറ്റാത്തവരോട് എനിക്ക് പറയാനുള്ളത് കടക്ക് പുറത്ത് ഹുക്കും. പിണറായിക്കാ ഹുക്കും. ബീറ്റ് ബോക്സ്. സൂപ്പർ സൂപ്പർ. பார்க்கதானே போறேன் அந்த காளியோட ஆட்டத்தை. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒരിക്കൽ കൂടി ചെയ്യിക്കണമെന്ന് തോന്നിയ ഒരു കാര്യം. ഷൈൻ ടോം ചാക്കോ ഒന്നുകൂടി. ഇയാളെന്താണ് ഈ പറയണേ? ഇതൊരു സിനിമയുടെ ഇന്റർവ്യൂ അല്ലേ? എടോ സിനിമയുടെ ഇന്റർവ്യൂ സിനിമയുടെ കാര്യമല്ലേ ചോദിക്കുക? ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ബാത്റൂമിന്റെ കാര്യമല്ലേ ചോദിക്കണ്ടേ? ഞാൻ ട്രോളിയൊന്നല്ല, അത് സത്യമല്ലേ? ശരി, സൂപ്പർ സൂപ്പർ സൂപ്പർ. എനിക്ക് തോന്നുന്നു വളർന്നു വരുന്ന ഒരു കലാകാരൻ എന്നതിലുപരി ഇനി നാളെ ഒരു സിനിമയിലൊക്കെ നമുക്ക് കാണേണ്ടി വരും തോന്നുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയട്ടെ, കടകശ്ശേരി ഐഡിയൽ സ്കൂൾ സ്പോർട്സ് സ്കൂളാണ്. സ്പോർട്സിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന സ്കൂളാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മിമിക്രി കലാകാരൻ ഇനി എത്ര റിയാലിറ്റി ഷോകളിൽ എത്ര വേദികൾ കീഴടക്കാനുള്ള ഒരു താരം. ശരി, എല്ലാത്തിനും സാധിക്കട്ടെ എന്ന് പറയുകയാണ്.